വിഷ്ണു ഭക്തന്മാരെയും മഹർഷിമാരെയും ഇതൊക്കെ തകർക്കപ്പെട്ടാൽ, ഇവയെല്ലാം തകർക്കപ്പെട്ടാൽ വിഷ്ണുവിന്റെ ശക്തി അവസാനിക്കുന്നതാണ് ആ മൂഢൻ വിശ്വസിച്ചത്. ധർമ്മം ഇല്ലാതായി തീർന്നാൽ വിഷ്ണുവിന്റെ ശക്തി വർദ്ധിക്കുക ചെയ്യുക അല്ലെ? എന്താ കാരണം? ഭഗവാൻ വേറെ ഏതെങ്കിലും രൂപത്തില് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ അവതരിക്കുക ചെയ്യുക. പരിത്രാണായ സാധൂര അല്ലെ, വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. ധർമ്മം നശിച്ചാൽ ഭഗവാന് നാശമല്ല ഉള്ളത്, പിന്നെന്താ? ഭഗവാന്റെ ഊർജ്ജസ്വലത ഒന്നുകൂടി വർദ്ധിക്കുക ചെയ്യുക. ഇത് മൂഢന്മാർക്കറിയില്ല, അവിവേകികൾക്കറിയില്ല, അജ്ഞാനദശയിൽ അറിയാൻ കഴിയില്ല. ഇവൻ അങ്ങനെ വിശ്വസിച്ചു. ശരിയോ? വിഷ്ണുവിന്റെ ശക്തി ക്ഷേത്രങ്ങൾ കാരണമാണോ? അല്ല. ബ്രാഹ്മണർ ക്ഷേത്രങ്ങൾ, യജ്ഞങ്ങൾ, പശുക്കൾ അവയെല്ലാം തകർത്ത് തരിപ്പണമാക്കുക എന്നാണ് ഹിരണ്യകശിപു ഇവിടെ കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ. പക്ഷെ അവന്റെ ചിന്താഗതിയൊക്കെ മാറിപ്പോയി. വിഷ്ണുവിന്റെ ശക്തി വർദ്ധിക്കാൻ ചെയ്തത്. ഇങ്ങനെ രാക്ഷസന്മാർക്കൊക്കെ കൽപ്പന കൊടുത്തതിന് ശേഷം ഹിരണ്യകശിപു ഗൃഹത്തിലെത്തി. അപ്പൊ ഹിരണ്യാക്ഷന്റെ മരണവൃത്താന്തം കേട്ട് ബന്ധുക്കള് വാവിട്ട് നിലവിളിക്കുകയാണ്. അവരോടവൻ വളരെ വലിയ വേദാന്ത പ്രഭാഷണ ഭാഗവതത്തിൽ കൊടുക്കുന്നത്. എന്താ പറയണറിയോ? ജനിച്ചാൽ മരണമുണ്ട്, ജനിച്ചവന് നാശം ഉറപ്പാണ്, ഈ ശരീരം ജഡമാണ്, ആത്മാവാണ് അനശ്വരമായിട്ടുള്ളത്, ആ ആത്മാവിന് നാശങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ കിടക്കുന്ന ശരീരം ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുൻപും ഇത് ജഡം തന്നെ ആയിരുന്നു. ആ ജഡവസ്തുവിനെ വിചാരിച്ച് എന്തിനാണ് ഇങ്ങനെ കേഴുന്നത്? ഇപ്പോൾ വേണ്ടത് അവന് വേണ്ട അന്ത്യോപചാര കർമ്മങ്ങൾ, അന്ത്യേഷ്ടി കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണ് യഥോചിതം. ആ പ്രേതത്തിന് മുക്തിയാണ് നമ്മൾ നൽകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വാവിട്ട് കരയാതെ ആ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്യുവാനുള്ള ശ്രമം നടത്തൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിച്ചു. നോക്കൂ, ആരായി പറയണത്? അസുരനായി പറയണത് അല്ലേ? ആരെയും ഈ അസുരൻ എന്ന് പറയുന്നത്? തന്റെ ദുഃഖം സത്യവും ഹിരണ്യകശിപുവിന്റെ സഭ അവിടെ എത്തുക. ഇത് മഹാമേരു പർവ്വതത്തിൽ നിന്ന് എവിടെ എത്തണം? മന്ദരാചലത്തിലെത്തണം. ദിവസങ്ങളല്ല, മാസങ്ങൾ പിടിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഒന്ന് വേഗത്തിലെത്തുക. ഏത് പെൻസിലാണോ അവ ബ്രഹ്മാവ് എത്തിയത്. പക്ഷെ വളരെ എന്താ വത്സ വത്സ എന്ന് വിളിക്കുന്നത്? ഉണ്ണി അല്ലേ? ഉണരൂ ഉണരൂ. ബ്രഹ്മാവ് പറഞ്ഞു, വേണ്ട വരം നോക്കിക്കോളൂ. ആസുരീയ വൃത്തി നിറഞ്ഞ ആളുകൾക്ക് ഭഗവാനെ മുമ്പിൽ കണ്ടാലും ഒരു വരെ ചോദിക്കാൻ പറ്റും. എന്താ വരം? ഒന്നെങ്കിൽ ഞാൻ മരിക്കാതിരിക്കുന്ന സൗഭാഗ്യങ്ങളും എനിക്ക് തരണേ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത് ആസുരീയതയുടെ ലക്ഷണം എന്നാണ്. ഈശ്വരനെ മുമ്പിൽ കണ്ടാൽ കൈവല്യമൂർത്തിയായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പനെ ദർശിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പനോട് എന്തേ ചോദിക്കാനുള്ളൂ? അടിയൻ അഗൈതവമായിട്ടുള്ള ഭക്തി തരൂ, ഭക്തി തരൂ, ഭക്തി തരൂ എന്നാണ്. ഭക്തി കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഈ ലോകത്തില് ഒന്നുമില്ല. എന്താ കാരണം? ഭക്തി വർദ്ധിച്ചു കഴിയുമ്പോൾ ജ്ഞാനം വർദ്ധിക്കും. ജ്ഞാനം വർദ്ധിച്ചാൽ വൈരാഗ്യ ബുദ്ധി വരും. വൈരാഗ്യം ജനിച്ചു കഴിഞ്ഞാലോ അത് ശ്രേയോ മാർഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള മാർഗമായിത്തീരും. ശ്രേയസ്സുള്ള മനുഷ്യന് ലോകത്തിൽ കീർത്തിയും യശസ്സും ഉണ്ടാവും. അതാണ് ഇതിന്റെ ഗുണം. അപ്പൊ ഭക്തി ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഏറ്റവും ഉത്തുംഗമായിട്ടുള്ള മേഖലയിൽ എത്തിപ്പെടാം. പക്ഷേ ഇവൻ ചോദിച്ചെന്താ? ഞാൻ മരിക്കാതിരിക്കണം എന്ന് പറഞ്ഞാൽ എന്നും ഈ ശരീരം നിലനിൽക്കണം എന്നർത്ഥം. ഹിരണ്യകശിപു അത് തന്നെ ആവശ്യപ്പെട്ടു. അവനെയാണെങ്കിൽ അസുരൻ എന്നതിന്റെ അർത്ഥം എന്തായിരിക്കും? ഒരർത്ഥം കൂടി കിട്ടി. സ്വശരീരത്തിൽ എപ്പോഴും ആസക്തനായിട്ട് ഈ ശരീരം ഞാനാകുന്നു, ശരീരം എന്നുള്ളത് ശരീര ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള വസ്തുവാണ്, അപ്പൊ അങ്കുരം നിലനിൽക്കട്ടെ ആ ശരീരം എന്ന് മാത്രമേ അത്തരത്തിലുള്ളവര് ചിന്തിക്കുള്ളൂ. അതാണ് ഇവിടെ ആദ്യം ചിന്തിച്ചത്, ഹിരണ്യകശിപുവും ചിന്തിച്ചത്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, സൃഷ്ടികർമ്മം എന്ന ഡിപ്പാർട്ട്മെന്റ് മാത്രമേ അടിയന് തന്നിട്ടുള്ളൂ. ഭഗവാൻ സൃഷ്ടിക്കുക, പക്ഷേ സംഭരിക്കലും നിലനിർത്തലൊക്കെ ഭഗവാൻ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. വിഷ്ണുവിന്റെ ഭാവമാണെന്ത്? സംഹാരം. എന്നാൽ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അടുത്ത വരം ചോദിക്കുകയാണ്.
എന്നാ ചോദിച്ചോളൂ, എന്താ ഈ അടുത്ത വരം ഇതാ പറയാൻ പോകുന്നു. അങ്ങയുടെ സൃഷ്ടികളിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങയുടെ സൃഷ്ടികളിൽ നിന്ന് അടിയന് മോചനം മരണം ഉണ്ടാവരുത്. അപ്പോ ഈ അസുരം വിചാരിച്ച എന്താ വെച്ചാൽ സകല സൃഷ്ടികളും ബ്രഹ്മാവാണ് നടത്തുന്നതെന്നാണ്. ദേഹാത്മഭാവത്തോടെ ഗൃഹത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. ഈ ഗൃഹമാണ് ഏറ്റവും ഉത്തമം, ഇവിടെയാണ് ഏറ്റവും സുഖം, ഇവിടെയാണ് ഏറ്റവും സൗകര്യം എന്നൊക്കെ ചിന്തിച്ച് ആ ഗൃഹത്തിൽ നമ്മളങ്ങനെ കഴിഞ്ഞുകൂടുന്നിടത്തോളം കാലം നമ്മളിൽ ആസക്തി വളർന്ന് വളർന്ന് വളർന്നു വരികയേ ഉള്ളൂ. ആ ആസക്തി വളരാതിരിക്കണമെങ്കിൽ, ആ ആസക്തി വളർന്നാൽ എന്താകണം? പരാജയമാണ്. ആ പരാജയത്തിന് കളമൊരുങ്ങാതിരിക്കണമെങ്കിൽ അച്ഛാ നല്ലത് എന്താ അറിയോ? ഈ വീട് ഉപേക്ഷിച്ച് കാട്ടിൽ പോയിട്ട് ഹരി ആശ്രയേത പൊതുവെ എവിടെയും വേദോദിട്ട് വല്ല കാര്യമുണ്ടോ? അത്തരത്തിലുള്ള ഹിരണ്യകശിപുവിനോട് പറയുന്നത്, ഇവിടുന്ന് പോയിട്ട് വനത്തിലേക്ക് യാത്ര ആയിക്കോളൂ, എന്നിട്ട് വനത്തിൽ പോയി ഹരിയെ ആശ്രയിച്ചോളൂ, ഹരിഭജനം നടത്തിക്കോളൂ. ഇതുണ്ട് കേൾക്കേണ്ട താമസം ഇരിക്കുന്ന കുട്ടി ഒരു തട്ട പോർന്നു പറഞ്ഞു. എന്നിട്ട് കിങ്കരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, ഇനി ഇവനെ ഇവിടെ നിർത്താൻ പാടില്ല, ഇവനെ വേഗം ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചോളൂ. കുട്ടി വീണ്ടും പോയി. തന്റെ ഭൃത്യന്റെ വാക്കിനെ നിജമാക്കി തീർക്കാൻ, സത്യമാക്കി തീർക്കാൻ, അത് സത്യമാണ് എന്ന് ലോകത്തെ അറിയിപ്പിക്കുവാനായിട്ട് ഈ ഭൂതജാലങ്ങളെ മുഴുവൻ വ്യാപരിക്കുന്നവനായിട്ടുള്ള ഏകശക്തിയായിട്ട് സർവബ്രഹ്മാണ്ടങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ തന്റെ വിരാട് സ്വരൂപത്തിൽ നിന്ന് അദൃശ്യത അത്യത്ഭുത രൂപമുദ്വഹൻ, അത്യത്ഭുതമായിട്ടുള്ള ഒരു രൂപത്തോടുകൂടി എങ്ങനെ സ്തംഭേ സഭായാം മൃഗം മാനുഷം, മൃഗവുമല്ല മനുഷ്യനുമല്ല എന്നുള്ള രീതിയിലുള്ള ഒരു അവതാരത്തെ കൈക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നങ്ങോട്ട് പുറത്തേക്ക് ചാടി എന്ന് പറഞ്ഞുകൊണ്ട് ആ അവതാരത്തെ അവിടെ പ്രകീർത്തിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, നാരായണ 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 അഖിലലോകപാലഗുരവേ നമഃ. ശ്രീ നൃസിംഹമൂർത്തയേ നമഃ. അങ്ങനെ അതും ഭഗവാന്റെ ഒരു ലീലയായിരുന്നു എന്നാണ്. എന്നിട്ടോ ആ മഹാവിഷകാരിയായിട്ടുള്ള അവന്റെ ആ കുടൽമാലയൊക്കെ അങ്ങനെ പിച്ചി ചീന്തി എടുത്ത് ആ ചുടുചോര ആവോളാണ് പാലം ചെയ്തു ഒരു വായപ്പൻ. അപ്പോൾ അതാ ഭഗവാന്റെ സടകുടാദികളിലൊക്കെ ഇപ്പോൾ ആ സ്വർണവർണ്ണത്തിലുള്ള സടകുടാദികളൊക്കെ രക്തവർണ്ണമായിട്ട് മാറി. നാമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, ചുവന്ന് തുടിച്ച്. എല്ലാവരും ആകാൻ ധാളിച്ചു. ബ്രഹ്മാദി ദേവന്മാരൊക്കെ സ്തുതിച്ചു നോക്കി, ഒരു രക്ഷയില്ല. അവസാനം അതാ നാരദ ഭക്തനായിട്ടുള്ള നാരദ ശിഷ്യനായിട്ടുള്ള പ്രഹ്ലാദനെ കൊണ്ട് ഭഗവാനെ സ്തുതിപ്പിച്ചോളൂ എന്ന് ബ്രഹ്മാവിന് നിർദ്ദേശമുണ്ടായപ്പോൾ അതാ പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചു. പ്രഹ്ലാദന്റെ സ്തുതിയിൽ ഭഗവാൻ സംപ്രീതനായി. പ്രഹ്ലാദന് വരങ്ങളെ നൽകുകയാണ് ഭഗവാൻ. പ്രഹ്ലാദൻ ഒന്ന് മാത്രമേ ഭഗവാനോട് ചോദിച്ചുള്ളൂ, അല്ലയോ ഭഗവാനെ, എനിക്ക് അങ്ങയിൽ നിന്ന് ഭൗതികപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വരങ്ങളും വേണ്ട, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. പിന്നെ എന്തേ എനിക്ക് വേണ്ടു?
അങ്ങയുടെ അകൈതവമായിട്ടുള്ള ഭക്തി അടിയനിൽ വളർത്തിയാലും ഭൗതിക സുഖ സൗകര്യങ്ങളും എത്ര കണ്ട് അടിയന് വന്നാലും അതൊന്നും തന്നെ വേണ്ട. അതൊക്കെ എന്താണ് മണ്ണാങ്കട്ടയ്ക്ക് തുല്യമാണ് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാൻ അടിയനെ അനുഗ്രഹിച്ചാലും മറ്റൊരു വരവും അടിയന് തരരുത് എന്നാണ് ആര് പ്രാർത്ഥിച്ചത്? ഹിരണ്യകശിപുവിനോട് ആര് പ്രാർത്ഥിച്ചത്? പ്രഹ്ലാദൻ പ്രാർത്ഥിച്ചത്. മറ്റൊന്നും പ്രാർത്ഥിച്ചില്ല. ഭഗവാൻ പറഞ്ഞു, ആ വരത്തെ ഞാൻ നിനക്ക് നൽകുന്നതോടൊപ്പം തന്നെ നിന്റെ തലമുറകളെ പോലും സംരക്ഷിക്കുന്ന ചുമതല ഞാൻ ഇന്നു മുതൽക്ക് ഏറ്റെടുത്തു കഴിഞ്ഞു. നിന്റെ വംശപരമ്പരയിൽ വരുന്നവരൊക്കെ തന്നെ ഇനി എന്റെ ഭക്തരായി തീരും. നമുക്ക് നാളെ അതിന് മറ്റൊരു കഥാപാത്രത്തെ കാണാം. വിരോചനന്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദന്റെ പുത്രനായിട്ടുള്ള വിരോചനൻ, ആ വിരോചനന്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രസേനൻ. ആരാ ഇന്ദ്രസേനൻ? പിന്നീട് മഹാബലി എന്ന പേരിന് അർഹതപ്പെട്ടവൻ. അപ്പൊ മഹാബലിയുടെ യഥാർത്ഥ പേരെന്താ? എന്നെ പഠിച്ചു വെച്ചോ, ഇന്ദ്രസേനൻ. ശതകോടി സൂര്യന്മാർ എരിയും ത്രിനേത്രം തുടുമിണം തേടുന്ന പുതിക പോൽനാവ് കമ്പം പിളക്കുന്ന ഉങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്നതും സുവീനാദം. ശതകോടി സൂര്യന്മാർ എരിയും ത്രിനേത്രം തുടുമിണം തേടുന്ന പുതിക പോൽനാവ് മരണം വിളങ്ങുന്ന ശബ്ദം പ്രളയാഗ്നി തുഴുതിയത്ത ജനസദാകേശനം പകരണം വേഴുന്നൊരഭുജങ്ങൾ ആകാശത്തിനന്തമാം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം ത്രിലോകം നടുങ്ങുന്ന നരസിംഹരൂപം സ്തംഭം പിളർത്തുന്ന ഉങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുഭീനാദം. ശതകോടി സൂര്യന്മാരിയും ത്രിനേത്രം തുടുമിണം തേടുന്ന ചുരികപോൽനാവ്. ഓം നരസിംഹരൂപായ നമോ നമഃ. ഓം ഉഗ്രസിംഹരൂപായ നമോ നമഃ. ഓം രണസിംഹരൂപായ നമോ നമഃ. ഓം കാലസിംഹരൂപായ നമോ നമഃ. ഓം രുദ്രസിംഹരൂപായ നമോ നമഃ. നരനല്ല മൃഗമല്ല നരസിംഹരൂപം രാവല്ല പകലല്ല നിരസന്ധ്യ നേരം അകമല്ല പുറമല്ല ഉമ്മറപ്പടിയിൽ ഇന്നല്ല മണ്ണല്ല നിമ്മടി തട്ടിൽ സ്തംഭം വിളർത്തുന്ന ഉങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുഭീനാദം. ശതകോടി സൂര്യന്മാരിയും ത്രിനേത്രം തുടുമിണം തേടുന്ന ചുരികപോൽനാവ്. ഓം നരസിംഹരൂപായ നമോ നമഃ. ഓം ഉഗ്രസിംഹരൂപായ നമോ നമഃ. ഓം രണസിംഹരൂപായ നമോ നമഃ. ഓം കാലസിംഹരൂപായ നമോ നമഃ. ഓം രുദ്രസിംഹരൂപായ നമോ നമഃ. ദൈത്യന്റെ പ്രാണനില്ലാനകരൂപമണിയുന്ന രൂപം ബ്രഹ്മാണ്ട സത്യങ്ങൾ കാക്കുന്ന ദേവൻ ഭക്തന്റെ രക്ഷയ്ക്കനുമിതാർത്ഥനേരം. ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം, ആ ദിവ്യദർശനം പ്രഹ്ലാദ പുണ്യം. സ്തംഭം വിളർത്തുന്ന ഹുങ്കാര ശബ്ദം ദിഗന്ധം നടുങ്ങുന്ന ദുന്ദുഭീനാദം. ശതകോടി സൂര്യന്മാരിയും ത്രിനേത്രം തുടുമിണം തേടുന്ന ചുരികപോൽനാവ്. ഓം നരസിംഹരൂപായ നമോ നമഃ. ഓം ഉഗ്രസിംഹരൂപായ നമോ നമഃ. ഓം രണസിംഹരൂപായ നമോ നമഃ. ഓം കാലസിംഹരൂപായ നമോ നമഃ. ഓം രുദ്രസിംഹരൂപായ നമോ നമഃ. ഉഗ്രം വീരം മഹാവിഷ്ണു
ജ്വലന്തം സർവതോമുഖം മൃഗം സിംഹം ഭീഷണം ഭദ്രം മൃത്യും മൃത്യും നമാമ്യഹം. ഓം നൃസിംഹമൂർത്തയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ നമ്മുടെ സപ്താഹ യജ്ഞത്തിൽ നരസിംഹാവതാരമായിരുന്നു. അതിൻ്റെ വീഡിയോസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്.